എനിക്കൊരു IAS ഉദ്യോഗസ്ഥരാവണം, അല്ലെങ്കിൽ IPS IFS പോലെയുള്ള ഇന്ത്യയിലെ ഗവൺമെന്റ് സർവീസിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയപ്പെടുന്ന ഇത്തരം സർവീസുകൾ എത്തിപ്പെടണം. ഒരു ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇതൊരുപാട് ആളുകളെ നമ്മൾ പലപ്പോഴും ഒരുപാട് സെഷൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ, കരിയർ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്. ഇത് പറയുന്ന സമയത്ത് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാറുണ്ട്. ഓക്കെ, IAS കാരനാവണം അല്ലെങ്കിൽ IPS കാരനാവണം, അതൊക്കെ ഓക്കെ. എങ്ങനെയാണ് അത് ആവാൻ പറ്റുക? ഏതാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്? എന്താണ് അതിന് പഠിക്കേണ്ടത്? എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 95% ആളുകൾക്കും ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ്. ഏതോ ഒരു എക്സാം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ എക്സാം എഴുതണം, അതിൽ നല്ല റാങ്ക് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എപ്പോൾ മുതൽ അതിന് സ്റ്റാർട്ട് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ മിക്കപ്പോഴും ക്ലാരിറ്റി കുറവുണ്ട്. സോ അതിനൊരു ക്ലാരിറ്റി തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് IAS IPS IFS പോലെയുള്ള ഒരുപാട് സർവീസുകളുണ്ട്. അത്തരം സർവീസുകളോട് എത്താൻ പറ്റുക. നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ജില്ലാ കളക്ടർക്ക് വേണ്ടത് ഒരു IAS പദവിയിലോട്ടാണ് നിങ്ങൾ എത്തേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് കമ്മീഷണർ ലെവലിലോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IPS ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സർവീസുകളുണ്ട്. സോ ഇതിലോട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്താൻ പറ്റുക? അപ്പോൾ ആക്ച്വലി നേരത്തെ പറഞ്ഞതുപോലെ UPSC എന്ന് പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയിട്ട് അതിന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് ഈ IAS IPS ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത്. സോ ഈ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആവാം, പ്രൊഫഷണൽ ഡിഗ്രി ആവാം, അല്ലെങ്കിൽ നോർമൽ ഡിഗ്രി ആവാം, BSc BA അങ്ങനെയുള്ള ഡിഗ്രികളൊക്കെ ആവാം. ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യൂഷ്വലി എല്ലാവരും പറയാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്രൈറ്റീരിയ ആയിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് ഇനി +2 കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ, ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ പല ആളുകളും സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പല കോഴ്സുകളും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും UP പഠിക്കുമ്പോഴൊക്കെ സിവിൽ സർവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ, IAS കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി എന്തൊക്കെയോ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. സോ ഒരു ഹൈസ്കൂൾ UP ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റിൽ എത്തണമെങ്കിൽ, ഈ ഒരു ഡ്രീമിൽ എത്തണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ ഈ ഒരു ഇവരുടെ നോട്ടിഫിക്കേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 92 പേജസ് ഉള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ള ക്രൈറ്റീരിയ, നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം, ഏത് ഏജ് വരെ എഴുതാൻ പറ്റും, അതുപോലെ അതിൻ്റെ റിസർവേഷൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് സർവീസസ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എക്സാമിനേഷൻ്റെ പാറ്റേൺ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ഇവിടെ മുതലാണ്. സിലബസ്. ഈ എക്സാമിനേഷൻ്റെ സിലബസ് എന്താണ്? ഈ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സാമിനേഷന് 3 പാർട്ടാണുള്ളത് ആക്ച്വലി. അതായത് ഫസ്റ്റ് പ്രിലിമിനറി പാർട്ട് ഉണ്ട്, പിന്നെ മെയിൻസ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അപ്പോൾ ഈ പ്രിലിംസിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്കാണ് മെയിൻസിൽ എത്താൻ പറ്റുക. മെയിൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരാണ് ഇൻ്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എത്തുക. അതിൽ നിന്നും ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് നെക്സ്റ്റ് ലെവലിലോട്ട് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലോട്ടൊക്കെ വരാവുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, മെയിൻസ് ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ബാക്ക് ടു ഫസ്റ്റ്, അതായത് പ്രിലിംസ് മുതൽ അടുത്ത സ്റ്റെപ്പ് വീണ്ടും തുടങ്ങാം. ഇതാണ് ഇതിലുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്തിനാണ് അങ്ങനത്തെ ഒരു വളരെ ഇത്രയും 3 സ്റ്റേജുകളൊക്കെ ആക്കിയിട്ട് പല രീതിയിൽ ആളുകളെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? കാരണം നിങ്ങൾ നാളെ ഈ നാടിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാരാണ്. IAS IPS പോലെയുള്ള റോളുകൾ നിൽക്കുന്ന ആളുകൾ അവരെടുക്കുന്ന ഡിസ്റ്റൻസ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ടെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ UPSC അതിൻ്റെ സെലക്ഷൻസ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റേജസിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിംസ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് നടക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് പാർട്ട് A ഉണ്ട്, പ്രിലിമിനറി എക്സാം. അതിൻ്റെ അകത്ത് തന്നെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഈ പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. MCQs ആണ് ഇതിനകത്ത് വരിക. പേപ്പർ 1ൻ്റെ അകത്ത് ഒരുപാട് സിലബസും കാണാൻ പറ്റും, പേപ്പർ 2ൻ്റെ അകത്തും ഒരുപാട് സിലബസും കാണാൻ പറ്റും. നിങ്ങൾ ഒരു ഹൈസ്കൂളിലോ UP പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ സിവിൽ സർവീസ് ഡ്രീം ചെയ്യുന്നവരാണെങ്കിൽ എന്താ പഠിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സൊല്യൂഷൻ ഈ 2 സംഭവങ്ങളിലുണ്ട്. ഓക്കെ, ബാക്കി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇതിലുള്ള പേപ്പർ 1, ഈ പേപ്പർ 1ൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ. കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സ്. നിങ്ങൾ ന്യൂസ് പേപ്പറുകളിലും മറ്റൊക്കെ വരുന്ന കറണ്ട് അഫേഴ്സ്. പിന്നെ ഉള്ളത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. അതുപോലെ ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി ഉണ്ട്. അതിൽ ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് വരുന്നുണ്ട്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ് വരുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്,
ഓക്കെ, എക്കണോമിക്കൽ നമ്മുടെ ഒരു ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ജനറൽ ഇഷ്യൂസ് ആൻഡ് ഓൺ എൻവയോൺമെന്റ്, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാവരുടെയും ഡൗട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അധികം ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കോണമി, അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് വരുമ്പോൾ ജനറൽ സയൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അതൊക്കെ പഠിച്ചു തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പല ആളുകൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഈ കറണ്ട് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ വരുന്ന ടോപ്പിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ, ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസുകളൊക്കെ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ എൻ്റെ ജനറൽ നോളജ് ബിൽഡ് ചെയ്ത് തരണോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവാറുള്ളത് അല്ലേ. അതിന് യൂഷ്വലി UPSC കോച്ചിങ് കൊടുക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിട്ടുള്ള എല്ലാവരും പറയാറുള്ള ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള ഈ സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓക്കെ, യൂഷ്വലി പറയുന്നത് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ബുക്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് റിസോഴ്സ് എന്നുള്ളത്. ആ NCERT ബുക്സിലുള്ള കോണ്ടന്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അതിനകത്ത് വരുന്നത് തന്നെയാണ് സിലബസ്. പിന്നെ സംടൈംസ് ചില സബ്ജക്റ്റുകൾക്ക് മറ്റു പല ഓതേഴ്സിനെയും ബുക്സ് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ കോറായിട്ട് ആ എക്സാമിനേഷന് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മാത്രം കൺസിഡർ ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ, കറണ്ട് അഫേഴ്സ് എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴേ ജനറൽ നോളജ് എല്ലാം പഠിച്ച് പോകണോ? അതിൻ്റെ ആവശ്യമില്ല. യൂഷ്വലി എന്താ സംഭവിക്കുക, നിങ്ങൾ ഈ വർഷമാണ് UPSCയുടെ പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഈ വർഷം വന്നുള്ള കറണ്ട് അഫേഴ്സ് ആണ് അതിൽ യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 6th 7th 8th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പോഴേയുള്ള കറണ്ട് അഫേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അവിടെ നിങ്ങൾ ഏത് വർഷമാണ് എക്സാമിനേഷൻ എഴുതുന്നത് ആ വർഷമുള്ള കറണ്ട് അഫേഴ്സ് ആണ് മേജറായിട്ട് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുക. അപ്പം നിങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് പറയാനുള്ളത്. പലപ്പോഴും പല ആളുകൾക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, കറണ്ട് അഫേഴ്സ് ഇപ്പോഴേ ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാം മെമ്മറിയിൽ കയറ്റി വെക്കണം. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു കറണ്ട് അഫെയർ നിങ്ങൾ ഞാൻ അടുത്തൊരു 5 6 അല്ലെങ്കിൽ 7 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രിലിംസ് എഴുതാൻ പോകുന്നതെങ്കിൽ, പ്രിലിമിനറി ഫസ്റ്റ് ലെവൽ എഴുതാൻ പോകുന്നെങ്കിൽ അപ്പോഴേക്കും ഇന്നത്തെ കറണ്ട് അഫെയർ എത്രയോ പഴയതായി, അത് ചിലപ്പോൾ ഹിസ്റ്ററിയുടെ പാർട്ടായിട്ടുണ്ടാവും അല്ലേ, കുറെ കാലമായി കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതലുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആ സമയത്തുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണം, അതിൽ എഡിറ്റോറിയൽ പേജസ് റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അതിൽ നിന്ന് എടുക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് നിങ്ങൾക്ക് ഈ സമയം മുതലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂസ് പേപ്പറുകൾ റീഡ് ചെയ്യുക, എഡിറ്റോറിയൽ പേജസ് റീഡ് ചെയ്യുക, അതിലുള്ള പെർസ്പെക്റ്റീവ്സ് എടുക്കുക, ന്യൂസുകളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ഒരു ന്യൂസ് പേപ്പറിൽ അലൈൻ ചെയ്ത് വരുന്നത്, എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ ഉണ്ടാവാറുള്ളത്, ഏതൊക്കെ പേജസ് ആണുള്ളത്, എന്തൊക്കെയാണ് ചുറ്റുപാട് നടക്കുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു UP ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴേ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം എന്ന് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. നിങ്ങൾ എന്തായാലും സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോഴേ ഇതെല്ലാം കൂടെ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സിവിൽ സർവീസിലോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന ഒരു വർഷം എഴുതാം, ആ ഒരു ടൈമിലായിരിക്കും എഴുതുക. അപ്പോൾ അതിൻ്റെ ഒരു 2-3 വർഷമായിരിക്കും നിങ്ങൾ മുമ്പൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇതൊന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഏത് ഏരിയാസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സമയത്ത് ആ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പേപ്പർ 1ന്റെ കാര്യത്തിൽ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി പേപ്പർ 2 ആണ് ഇതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരാൾ. പേപ്പർ 2ലാണ് പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്തത്. പേപ്പർ 2ന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് 33% മാർക്ക് കിട്ടിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട്, പേപ്പർ 2 ഓഫ് ദ സിവിൽ സർവീസസ് പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ ബി എ ക്വാളിഫയിങ് പേപ്പർ വിത്ത് മിനിമം ക്വാളിഫയിങ് മാർക്സ് ഫിക്സ്ഡ് അറ്റ് 33%. അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അതായത് ആ പേപ്പറിൽ നിങ്ങൾക്ക് 33% 33% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അതായത് നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കൂടുതൽ കിട്ടുന്നതനുസരിച്ചിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രം മതി. പക്ഷേ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിംസ് എഴുതുന്നതിൽ കിട്ടാതെ പോകുന്നതിൽ ഒരുപാട് ആളുകൾക്ക് മിസ്സായി പോകുന്നത് ഈ പേപ്പറാണ്. അതിൻ്റെ മുകളിലുള്ള ഇത്രമാത്രം കണ്ടന്റ്, ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, അതിൻ്റെ എക്കോണമി, ജനറൽ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ജനറൽ സയൻസ്, കറണ്ട് അഫേഴ്സ്, ഇതെല്ലാം പഠിച്ച് ആ പേപ്പറിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടും പേപ്പർ 2 വരുന്ന സമയത്ത് കുറേ ആളുകൾ വെറും 33% വാങ്ങിയിട്ട്, അത് 1/3 മാർക്ക് വാങ്ങിയിട്ട് പാസ്സാവേണ്ട ആ ഒരു പേപ്പറിൽ പാസ്സാവുന്നില്ല, ക്വാളിഫൈ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ നല്ലൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ.
അതായത് ഈ പേപ്പറിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ കോംപ്രഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ജനറൽ മെന്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, നമ്പേഴ്സ് ആൻഡ് ദെയർ റിലേഷൻസ്, ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എക്സെട്ര ക്ലാസ് 10 ലെവലിൽ. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ്, ചാർട്ട്സ്, ഗ്രാഫ്സ്, ടേബിൾസ്, ഡാറ്റ സഫിഷ്യൻസി എക്സെട്ര ക്ലാസ് 10 ലെവൽ. എന്ന് വെച്ചാൽ ഒരു 10th ലെവലിൽ വരുന്ന ബേസിക് മാത്തമാറ്റിക്കൽ ഐഡിയ, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. നിങ്ങളുടെ മെന്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി കാര്യങ്ങൾ 10th ലെവലിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. എന്നിട്ട് പോലും ആ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അനലിറ്റിക്കൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലോജിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി, ബേസിക് മാത്തമാറ്റിക്സ്, ഈ കാര്യങ്ങൾ ഒരു വർഷം കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരുണ്ടായിരിക്കും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള. പക്ഷെ നോർമലി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂ ഡേയ്സിനകത്തോ ഫ്യൂ മന്ത്സിനകത്തോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലുകളല്ല ഇതൊന്നും. ഇത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം, വർഷങ്ങൾ എടുത്തിട്ട് ചെറിയ ക്ലാസ് മുതലേ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട സ്കില്ലുകളാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അത് ബ്രെയിൻ എങ്ങനെ ആ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതെ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതിൻ്റെ ലോജിക്ക് എങ്ങനെ വർക്ക് ആകുന്നു എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ വർഷങ്ങളോളം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ്. ആ സ്കില്ല് മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കോണ്ടൻസ് കാര്യങ്ങൾ, കറണ്ട് അഫേഴ്സ്, ഇതൊക്കെ നമുക്ക് 1 or 2 years കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിനകത്ത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. സോ നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. റീഡിംഗ് ഹാബിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ, മാഗസീൻസ് കാര്യങ്ങൾ, ബുക്സ് ഒക്കെ റീഡിംഗ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് കൂടും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വായിച്ചിട്ട് അത് സമ്മറൈസ് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലുകൾ കൂടും. നിങ്ങളുടെ ഇവിടെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ വൊക്കാബുലറി കാര്യങ്ങളെല്ലാം കൂടും. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, മെന്റൽ എബിലിറ്റി, ഇങ്ങനെയുള്ള സ്കില്ലുകൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. കാരണം അത് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നിങ്ങൾ ഏത് എക്സാം എടുക്കുകയാണെങ്കിലും, PSC, SSC, UPSC, ഇങ്ങനെയുള്ള ഏത് ഗവൺമെന്റ് സർവീസിലോട്ടുള്ള എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിലും അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കമ്പൽസറി ആണ്. നിങ്ങൾ ഏത് എൻട്രൻസ് എക്സാമിനേഷന് പോവുകയാണെങ്കിലും. ഇനി നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട്, JEE, DT പോലുള്ള കോഴ്സിലോട്ടാണെങ്കിൽ പിന്നെ പറയണ്ട, അവിടെ സയൻസ് ആൻഡ് മാത്സിന്റെ ഫുൾ മാജിക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 10th ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലെവലിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ അതറിയാത്തൊരു ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം, അതിൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് സയൻസിൻ്റെയും മാത്സിൻ്റെയും നോർമൽ സ്കൂളിലെ സിലബസും അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങളും കോമ്പറ്റീവ് എക്സാമിൻ്റെ ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നതിൻ്റെ കൂടെ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസിന് എന്തുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു? റീസൺ ഇതാണ്. അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ മെന്റൽ എബിലിറ്റി റിലേറ്റഡ് ആയുള്ള കോണ്ടൻസ് അവർക്ക് അറിയണം, അതിലുള്ള സിലബസ് അവർക്ക് അറിയണം, അത് അവർക്ക് പഠിക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല നമ്മൾ എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകളിലും, നമ്മൾ നടത്തുന്ന കോമ്പറ്റീവ് എക്സാമുകളിലെല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ മെന്റൽ എബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. കാരണം സ്റ്റുഡൻസ് അത് ഫെമിലിയർ ആവണം, എന്നാലേ അവർക്ക് ഇനി ഫ്യൂച്ചർ എഴുതാൻ പോകുന്ന ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ അത് സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യമായിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകളും നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ലുകളും അപ്ലൈ ചെയ്തിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെയുള്ള ഓരോ ചാപ്റ്ററിനും എക്സാമുകൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ച് നടത്തുന്നു? നിങ്ങളവിടെ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കോമ്പറ്റീവ് എക്സാമിന് വരുന്ന അതേ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റീവ് എക്സാമിനേഷൻസിൽ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നു? എന്തുകൊണ്ട് നമ്മുടെ കോഴ്സിൽ മറ്റ് സബ്ജക്റ്റുകളുടെ കൂടെ മെന്റൽ എബിലിറ്റിയുടെ സ്പെഷ്യൽ മൊഡ്യൂൾസ് ഫ്രീ ആയിക്കൊണ്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു? ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാര്യം ഇത് നിങ്ങൾക്ക് ക്രൂഷ്യൽ ആയതുകൊണ്ടാണ്. ഈ സ്കില്ലുകൾ നമ്മുടെ ഓരോ സ്റ്റുഡൻറ്റും ഡെവലപ്പ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആവും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഫ്യൂ മോർ ഡേയ്സ് കൂടിയാണ് നമ്മുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ ഒരിക്കലും ഇയർ ലോങ് അഡ്മിഷൻസ് എടുക്കാറില്ല. സാധാരണ ട്യൂഷൻ കോഴ്സുകൾ എടുക്കുന്ന പോലെ ഇയർ ലോങ് എടുക്കാറില്ല. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾക്കും എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ ലോങ് അഡ്മിഷൻ എടുക്കില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു ടൈം വെച്ച് നമ്മൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യും. കാരണം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ടൈം വേണം. അതുകൊണ്ട് തന്നെ ഒരു വർഷം എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സ്റ്റുഡൻസ്
സ്റ്റുഡൻസിനെ ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാറില്ല. സോ ഫ്യൂ മോർ ഡേയ്സും കൂടി നമ്മൾ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഈ സിസ്റ്റത്തിലൂടെ സ്റ്റുഡൻസിനെ റൺ ചെയ്യും. ആ ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള എബിലിറ്റികൾ കിട്ടും, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ കിട്ടും, ഒരു ക്വസ്റ്റിനെ എങ്ങനെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യാം എന്നൊരു ഐഡിയ അവർക്ക് കിട്ടും. കൂടാതെ മെന്റൽ എബിലിറ്റി പോലെയുള്ള എക്സ്ട്രാ മൊഡ്യൂൾസ് കൂടി സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ നമ്പറിൽ നോക്കിയിട്ട് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ അടുത്ത പേപ്പറുകളോട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ്. അത് നമ്മൾ ഫുള്ളി ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേപ്പറുകൾ വരുന്നതാണ്. മെയിൻസ് എക്സാമിനേഷൻ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ റിട്ടൺ എബിലിറ്റിയും കൂടി അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസ് എക്സാമിനേഷനകത്ത് ഉള്ള പേപ്പേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. പേപ്പർ 1, ഓക്കെ, പേപ്പർ 1 എസ് ആണ് വരുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകുന്നില്ല. പേപ്പർ 1 എസ്. പേപ്പർ 2ന്റെ അകത്ത് വരുന്നത് ഒരുപാട് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ് 1 അതിൻ്റെ അകത്ത് തന്നെ നേരത്തെ നമ്മൾ കുറച്ചുകൂടി പ്രിലിംസ് ഒരുപാട് വൈഡ് ആയിട്ട് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ കുറച്ചും കൂടി ക്ലാസിഫിക്കേഷൻ വന്നിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ വരിക. ജനറൽ സ്റ്റഡീസ് 1 ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റിയാണ് വരുന്നത്. പിന്നെ വരുന്നത് പേപ്പർ 3 വരുന്ന സമയത്ത് ജനറൽ സ്റ്റഡീസ് 2 വരും. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ പേപ്പർ 4 ജനറൽ സ്റ്റഡീസ് 3 ആണ്. ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാവും. പേപ്പർ 5 ജനറൽ സ്റ്റഡീസ് 4 ആണ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. നിങ്ങൾ എത്തിക്സ് ഉള്ള ആളുകളായിട്ട് വേണ്ടേ മാറാൻ, അല്ലെ, നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആയി മാറുമ്പോൾ. ആൻഡ് പേപ്പർ 6 ആൻഡ് പേപ്പർ 7 വരുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് UPSC ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാം. 2 പേപ്പറുകൾ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഏതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്. ഓരോന്നിലും വരുന്ന സിലബസ് എന്താണെന്നുള്ളത് താഴോട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് കയറി നോക്കി കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാടുണ്ട്. ഓക്കെ, ഒരുപാട് പേപ്പറുകൾ എന്തുണ്ട് അതിൻ്റെ അകത്തുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ തീരാത്ത അത്രയും എന്തുണ്ട് താഴോട്ടുണ്ട്. ബാക്കി പേപ്പറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. സോ ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. 92 പേജസ് ഉണ്ട്. അതിൽ 30 പേജസ് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി ഓരോ ഓപ്ഷൻ സബ്ജക്ട്സിന്റെയും സിലബസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഈവൻ നമ്മുടെ മലയാളം ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. മലയാളം ലാംഗ്വേജ് എടുക്കാം, മാത്തമാറ്റിക്സ് എടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ, ഒന്ന് രണ്ടല്ല ഒരുപാട് സബ്ജക്റ്റുകൾ അതിനകത്ത് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ എടുക്കാം. അതൊക്കെ പിന്നെ നിങ്ങൾ ആ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ്, ഇപ്പോഴേ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു 2 കാര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾ ആ ഒരു റീഡിംഗ് ഹാബിറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും നിങ്ങളുടെ വൊക്കാബുലറി അത്രത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തെ, നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ലുകൾ ബെറ്റർ ആയിട്ട് ഏതൊരു കോമ്പറ്റീവ് എക്സാമിനും പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സമയത്ത് UP ഹൈസ്കൂൾ ലെവലിൽ നിങ്ങളൊരു സിവിൽ സർവീസ് എക്സാമിനേഷൻ ഏത് രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.